തട്ടുകടകളിൽ കിട്ടുന്ന ദോശയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ. അതേ സ്റ്റൈലില് നല്ല ഗുണ്ടുമണിയായിട്ടുള്ള ദോശയും കുറുകിയ ചാറുള്ള കടലക്കറിയും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ വർഗീസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇത് രണ്ടും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് റെഡിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ തലേ ദിവസം ഉച്ചയാകുമ്പോൾ തന്നെ അരി കഴുകി കുതിരാനായിട്ട് വെക്കണം. ഒപ്പം കടലയും കഴുകി കുതിരാനായിട്ട് വെക്കണം. ഇത് രണ്ടും കുറഞ്ഞത് 4-5 മണിക്കൂർ നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കണം. അരി എടുക്കുന്നതിന് ഒരു പ്രത്യേക അളവുണ്ട്. 3:1 എന്നുള്ള രീതിയിൽ വേണം എടുക്കാനായിട്ട്. അതായത് ഏത് കപ്പിലാണോ അരി എടുക്കുന്നത് അതേ കപ്പിന് തന്നെ ഉഴുന്നെടുക്കണം. 3 കപ്പ് അരിക്ക് 1 കപ്പ് ഉഴുന്ന്, ഒപ്പം 1 കപ്പ് അരിക്ക് 1/2 ടേബിൾ സ്പൂൺ ഉലുവായും കൂടി എടുക്കണം. ഇത് മൂന്നും ഒരുമിച്ചെടുത്ത് നന്നായിട്ടൊന്ന് കഴുകി കുതിരാനായിട്ട് മാറ്റി വെക്കുക. ഒപ്പം കടലയും കഴുകി കുതിരാനായിട്ട് മാറ്റി വെക്കണം. ഇനി ഇത് അരയ്ക്കാൻ എടുക്കുമ്പോൾ ഏത് കപ്പിനാണോ അരി എടുത്തത് അതേ കപ്പിന് തന്നെ 1 കപ്പ് ചോറ് കൂടി ചേർത്ത് വേണം അരയ്ക്കാനായിട്ട്. അരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കുന്നതിന്റെ കണക്ക് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല. ചിലപ്പോൾ അത് കൂടിയും കുറഞ്ഞും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഏതായാലും അരച്ചെടുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് വരാനായിട്ട്. അരയ്ക്കുമ്പോൾ മിക്സിയുടെ ജാറ് ചൂടായി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയായാൽ ദോശയ്ക്ക് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്നെസ് കിട്ടില്ല. പിന്നെ ഇതിലേക്ക് സോഡായ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പും രാവിലെ മാത്രമേ ചേർക്കാവുള്ളൂ. നന്നായിട്ട് അരച്ചെടുത്ത് ഇതുപോലെ പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ ഒന്ന് പൊക്കി ഒഴിച്ചാൽ അപ്പോൾ തന്നെ ഇത് നിറയെ കുമിളകളൊക്കെ വന്ന് നന്നായിട്ട് പൊങ്ങിയിരിക്കുന്നത് പോലെ നമുക്ക് കാണാൻ കഴിയും. ഇനി ഇത് അടച്ച് രാത്രി മുഴുവനും പൊങ്ങാനായിട്ട് മാറ്റി വെച്ചേക്കുക. വെക്കുമ്പോൾ ഇതുപോലെ ടൈൽസോ ഗ്രാനൈറ്റോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ ഇട്ടിട്ട് വെച്ചാൽ മതി. നന്നായിട്ട് ഇത് പൊങ്ങിക്കിട്ടും. ഇനി കുതിരാനായിട്ട് മാറ്റി വെച്ചിരുന്ന കടലയും നമുക്ക് രാത്രി തന്നെ ഒന്ന് വേവിച്ച് വെക്കണം. അതിനായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ മാറ്റി ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കടല ഒന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ മാത്രം വെള്ളവും കൂടി ഒഴിച്ച് കുറഞ്ഞതൊരു 2-3 വിസിൽ കേൾപ്പിക്കുമ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. തീ ഓഫ് ചെയ്ത് തുറക്കണ്ട, അങ്ങനെ തന്നെ വെച്ചേക്കുക. ഇനി അടുത്ത ദിവസം രാവിലെ ആയപ്പോഴേക്കും കണ്ടില്ലേ, അരച്ചു വെച്ച മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മൾ ദോശ ചുടുമ്പോൾ കാണുന്നവർ നമ്മളോട് ചോദിക്കും ഇത് അപ്പമാണോ ദോശയാണോ എന്ന്. അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഈ സമയം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ച് മാറ്റി വെക്കുക. കടലക്കറി റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ദോശ ഉണ്ടാക്കാം. ഇപ്പൊ ദേ കടല കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. തലേ ദിവസം വേവിച്ച് വെച്ചിരുന്നതാണ്. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ വെളി വെച്ചിരുന്നാൽ മതി. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ കടല വേവിച്ചപ്പോൾ കിട്ടിയ വെള്ളം തന്നെ കുറച്ച് ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കടലയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക. ഇനി കടലക്കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. കുറച്ച് തേങ്ങാക്കൊത്ത്, വെളുത്തുള്ളി, ഇഞ്ചി, സവോള, കറിവേപ്പില, പച്ചമുളക്, തക്കാളി. ഇതൊക്കെ ഞാനിപ്പോൾ വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങാക്കൊത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. തേങ്ങാക്കൊത്ത് മൂപ്പിക്കുമ്പോൾ അതിലേക്ക് അതിന് മാത്രം ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് മൂപ്പിച്ചെടുത്താൽ തേങ്ങാക്കൊത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി തേങ്ങാക്കൊത്ത് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് അതൊന്ന് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ സവോളയും കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി, ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യമായ ഉപ്പ് മാറ്റി വെക്കുക. ബാക്കി ഈ മസാലയെല്ലാം നന്നായിട്ടൊന്ന് ആ എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ചാക്കി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തക്കാളി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മുടെ കടലയിലേക്ക് ചേർക്കുക. ഇനി ഗ്രേവി എത്രത്തോളം വേണോ അതനുസരിച്ച് കുറച്ചുകൂടി വെള്ളവും ചേർത്ത് ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് അടച്ചു വെച്ച് വീണ്ടും ഒരു 2 വിസിൽ കേൾപ്പിച്ചാൽ നമ്മുടെ കടലക്കറി സൂപ്പറായിട്ട് നമുക്ക് റെഡിയായി കിട്ടും. ഇപ്പോൾ ഇതവിടെ ഇരുന്ന് വേകട്ടെ, നമുക്കിനി ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. കണ്ടില്ലേ, ദോശമാവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിലും വലുപ്പത്തിലും ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പല രൂപത്തിലുള്ള ദോശകൾ നമുക്ക് കാണാൻ കഴിയും. പൂ പോലെയുള്ള ദോശയും കിളികളുടെ രൂപത്തിലുള്ളതും കുട്ടികളെ പറ്റിക്കാൻ വേണ്ടി പല രൂപത്തിൽ ദോശ ഉണ്ടാക്കാറുണ്ട്. കണ്ടില്ലേ, നിറയെ ഹോളുകളൊക്കെ ഉണ്ട്. നല്ല പൊങ്ങി വന്നിട്ടുണ്ട് ദോശ. നല്ല ഗുണ്ടുമണി ദോശകളാണ്. ഉറപ്പായി നിങ്ങൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാകും. ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ പോലും രാവിലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. കണ്ടില്ലേ, നമ്മുടെ കടലക്കറി കണ്ട ഇറച്ചിക്കറി പോലെ ഇരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാനും മറന്നു പോകരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്, ലിൻഡ വർഗീസ്.